ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഇന്നേ വന്നേക്കണെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നിങ്ങൾ കരുതും ഇന്നൊരു ടെക് വീഡിയോയിലേക്ക് വന്നിരുന്നു. പക്ഷേ ഇന്നൊരു ടെക് വീഡിയോ അല്ല ഗൈസ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്പെഷ്യലാണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം സ്പെഷ്യൽ. ഓക്കെ, അതിനുമുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഓക്കെ, എല്ലാവർക്കും എൻ്റെ വക എൻ്റെ ചാനൽ സാവിയൻ കോന്റെ വക ഹാപ്പി ഓണം. ഓക്കെ ഗൈസ്, ഇന്നൊരു ഓണം വ്ളോഗാണ് ഗൈസ്. ഇന്നത്തെ നമ്മുടെ ഓണം വ്ളോഗ് എവിടെയെന്ന് വെച്ചാൽ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട് ഗൈസ്. കണ്ടല്ലേ ബൈസൊക്കെ കണ്ട ഗൈസ്, ബൈസ്. ഞാൻ ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പാലാരോട്ടത്ത് പള്ളിനട ഉണ്ടല്ലോ ഗൈസ്, പാലാരോട്ട പള്ളി ഉണ്ടല്ലോ, സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ചർച്ച്. അതിന്റെ ഓപ്പോസിറ്റ് ഒരു ജിമ്മുണ്ട്, SG ജിം. ഓക്കെ, ആ ജിമ്മിലാണ് ഞാൻ പോവാറുള്ളത്. ഓക്കെ, കിടിലം വർക്കൗട്ട് കണ്ട ഗൈസ്, കടാ കിടില വർക്കൗട്ടിങ്ങൊക്കെയാണ് ഞാൻ ചെയ്യണത്. അപ്പൊ ഗൈസ്, ഇന്നെന്ന് പറഞ്ഞാൽ ആ ജിമ്മിലെ ഓണ സെലിബ്രേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ കരുതി ഇന്ന് ആദ്യമായിട്ട് ഒരു വ്ളോഗ് എടുക്കാന്ന്. ഗൈസ്, സത്യം പറയാല്ല, എനിക്കൊരു വ്ളോഗ് എടുക്കാനാ ഒന്നും എനിക്കറിയാൻ പാടില്ല. അപ്പൊ അതിന്റെ കുറവുകൾ എല്ലാം ഉണ്ടാവും. നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം കേട്ടാ ഗൈസ്, നിങ്ങൾ ഒന്ന് ക്ഷമിച്ച് അടങ്ങിയിരുന്ന് കണ്ടോളണം. ഓക്കെ, അപ്പൊ എല്ലാവരും ഒരു വീഡിയോ കാണണം. അപ്പൊ നമുക്ക് ഈ ഉടുപ്പിൽ നിന്ന് പോകാൻ പറ്റില്ല ഗൈസ്. ഈ ഉടുപ്പിലേക്ക് പോയാൽ അവർ പിച്ചക്കാരാന്ന് കരുതും. അപ്പൊ നമുക്കൊന്ന് ഡ്രസ്സൊക്കെ മാറി കുറച്ച് കുട്ടപ്പനാവണ്ടേ. അപ്പൊ ഞാൻ വേഗം ഓടിപ്പോയി ചാടിപ്പോയിട്ടില്ലേ, ഡ്രസ്സൊക്കെ ഒന്ന് മാറി കുറച്ച് കിടിലോട്ട് വരാം. ഓക്കെ, അപ്പൊ ഓക്കെ ഗൈസ്, ബൈ ഗൈസ്. അങ്ങനെ കുറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം അവസാനം മുണ്ടും ഷർട്ടും ഇടലുണ്ട്. ഭയങ്കര പാടാണ് ഗൈസ്, സത്യം പറയാം, ഭയങ്കര പാടാണ് ഈ മുണ്ട് കൊടുക്കുന്ന സംഭവം. എത്ര പേരാന്ന് പറയാം എന്റെ മുണ്ട് കിടന്ന് വലിക്കണത്, മര്യാദക്ക് ഇടാൻ പോലും പറ്റില്ല എനിക്കാണെങ്കിൽ. പിന്നെ പണ്ടേ മുണ്ട് കൊടുക്കാൻ അറിയാൻ പാടുള്ളതുകൊണ്ട് അറിയില്ല ഗൈസ് എനിക്ക്. അതുകൊണ്ട് ബാക്കിയുള്ളവരാണ് എനിക്ക് ഉടുപ്പിച്ചു തന്നത്. അപ്പൊ ഞാൻ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം, നിൽക്ക് വെയിറ്റ് ചെയ്യും ഗൈസ്. അങ്ങനെ അവസാനം മുണ്ടും ഷർട്ടും ഇട്ടിട്ടുണ്ട്. കുറേ നേരം കഷ്ടപ്പെട്ട് ഗൈസ്, കാരണം പണ്ടേ എനിക്ക് മുണ്ടുകൊടുക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് എനിക്ക് മുണ്ടുകൊടുക്കാനേ അറിയില്ല. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ കുറേ നേരം വലിച്ചും പറിച്ചൊക്കെയാണ് ഇട്ടിട്ടാണ് അവസാനം ഒന്ന് മുണ്ടുകൊടുത്ത് ഒന്ന് ശരിയായി വന്നത്. അപ്പൊ ഞാനത് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഒരു മിനിറ്റ് വെയിറ്റ്, ഒറ്റ മിനിറ്റ് ഗൈസ്. അപ്പൊ എന്റെ ഷർട്ട് കാണിച്ചു തരാം. ഇവിടെ വെക്കാൻ വലിയ സ്റ്റാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും ഇല്ലാതെ ഇതാണ് ഗൈസ് ഷർട്ട്. ഓക്കെ, ഇതാണ് എന്റെ ഷർട്ട് വന്നത്. ഓക്കെ, ഇത് എവിടെ നിന്നാന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, മാക്സിന്നാണ്. 800 രൂപയേ ഉള്ളൂ. ഓക്കെ, 100% കോട്ടൺ ആണെന്നൊക്കെയാണ് അവർ പറയണത്. നല്ല ചൂടുണ്ട്, നല്ല ചൂടെടുത്തിട്ട് വയ്യ. ഞാൻ മുണ്ടും കൂടി കാണിച്ചു തരാം. ഓക്കെ, നോക്കോ ഗൈസ്, നോക്കോ. ഗെറ്റ് റെഡി വിത്ത് മീ. ഓക്കെ, കണ്ട ഗൈസ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒരു പിങ്കും ഒരു മുണ്ടും. കസവിൻ്റെ മുണ്ടാണ്. കണ്ട ഗൈസ്, കസവിൻ്റെ മുണ്ടാണ്. അടിപൊളി മുണ്ടാണ്, പണ്ടേ ഉള്ള മുണ്ടാണ്. പിന്നെ ഒരു ഷർട്ട് വാങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇനി എന്താന്ന് വെച്ചാൽ പിന്നെ ഗൈസ് ഒരു സ്വർണ്ണത്തിന്റെ മാലയുണ്ട് ഗൈസ്. കണ്ട, ഒരു സ്വർണ്ണത്തിന്റെ മാലയുണ്ട്. ഇത് 1.5 പവനാണ്. നമ്മൾ കുറച്ച് റിച്ചാന്ന് അറിയാലോ, 1.5 പവൻ നമ്മൾ ഇട്ടങ്ങാട്ട്. ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര പേരെന്ന് അറിയാലോ, 1 ലക്ഷം രൂപയൊക്കെ എന്താണ്. അപ്പോൾ നമ്മൾ സ്വർണ്ണമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. സെറ്റ് ഗെറ്റ് റെഡി വിത്ത് മീ നമ്മൾ പൊളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പരിപാടി നടക്കുന്ന സ്ഥലത്തോട്ട് പോകും. ഇത് നടക്കണമെന്ന് പറഞ്ഞാൽ SG ഗോൾഡ് ജിം എന്ന് പറഞ്ഞ ജിമ്മുണ്ട്. 3ാമത്തെ ജിമ്മാണ് ഈ SG എന്ന് പറഞ്ഞാൽ ജിമ്മിന്റെ 3ാമത്തെ ജിമ്മാണ്. ഇത് വന്നേന്ന് പറഞ്ഞാൽ വെണ്ണലയിൽ തൈക്കാവിന്റെ ജംഗ്ഷന്റെ അവിടെയായിട്ടാണ് ഈ ജിമ്മ് വന്നത്. അപ്പൊ ഇനി നമുക്ക് ഒട്ടു സമയങ്ങളാണ്, നേരെ നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് അവിടുത്തെ കുറെ വിശേഷങ്ങൾ നമുക്ക് നമ്മുടെ ഫുട്ടേജിൽ പകർത്താം. ഓക്കെ, അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് കാണാം. ലെറ്റ്സ് ഗോ. അങ്ങനെ ജിമ്മിൽ എത്തിയേക്കാണ്. ഇനി നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ കുറേയൊക്കെ ആഡ് ചെയ്യും ഞാൻ ഈ വീഡിയോയിൽ. ഞാൻ ഈ സൈഡ് ക്ലിപ്പൊക്കെ എടുത്തത് അതൊക്കെ ആഡ് ചെയ്യും, അതല്ലാണ്ട് നേരിട്ടുള്ള എല്ലാം കാണിച്ചു തരാം. ഓക്കെ, കമോൺ ലെറ്റ്സ് ഗോ ഗൈസ്. ഇതാണ് നമ്മുടെ ജിമ്മ്. ഭയങ്കര വലിയ ജിമ്മാണ് ഗൈസ്, കാരണം ഇതിന്റെ ഒരു പകുതിയിൽ ഞങ്ങളുടെ പാലാരിയുടെ ജിമ്മ്. ഈ ജിമ്മാണ് ഭയങ്കര വലുത് കണ്ട ഗൈസ്. പിന്നെ സദ്യന്റെ എല്ലാ പരിപാടികളും ഉണ്ട്. സദ്യന്റെ എല്ലാ കൂട്ടുകാരികളും എല്ലാം ഉണ്ട്. പിന്നെ ഗൈസ്, ഇനി ഇവിടുത്തെ ഓരോരോ സ്ഥലങ്ങളെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ജിമ്മ് തന്നെ കേട്ടോ. കണ്ട, ഇതാണ് ഫ്രണ്ട്. കാരണം എല്ലാവരും ഞാൻ കാണിക്കണേണ്. കണ്ട, ഇതാണ് എല്ലാ മെഷീൻസ് എല്ലാം. കണ്ട, ഭയങ്കര വലുതാണ്. പിന്നെ ഗൈസ്, ഞാൻ കണ്ട എല്ലാം ഉണ്ട്. ഞാനൊരു സൂം ചെയ്ത് കാണിച്ചിട്ടാ ഗൈസ്. ഒരു മിനിറ്റ്, ഞാൻ സൂം ചെയ്യട്ടെ. ഗൈസ്, ഈ സൂം ചെയ്ത് ഇപ്പോൾ കാണിക്കാൻ ആളില്ലേ, ഒരു കോച്ചാണ് ഗൈസ്. ഞങ്ങളുടെ ജിം ട്രെയിനറാണ്. ഞങ്ങൾക്കെല്ലാം പറഞ്ഞൊരു കോച്ചാണ്. പിന്നെ ഗൈസ്, ഇവിടെ കുറേ കളികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ലിഫ്റ്റ് വെയിറ്റിംഗ് അതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം വെയിറ്റ് ഒക്കെ ഇട്ട് ഇപ്പോൾ എത്ര കിലോണെന്ന് അറിയില്ല. എന്തായാലും ഞാനിപ്പോൾ തന്നെ പറയാം, സറണ്ടർ ചെയ്തേക്കാം. അതിനെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ ഒരു വാഴ കൊലയൊക്കെ തൂക്കിയിട്ടുണ്ട്. എന്തെങ്കിലും മത്സരം ഉണ്ടാവും, വല്ല ചാടിക്കടിക്കുന്ന മത്സരമോ അത് വല്ല അങ്ങനെ എന്തെങ്കിലും മത്സരമൊക്കെ ഉണ്ടാവും. എന്തായാലും ഇതൊക്കെ ഇങ്ങനെ ഇട്ടേക്കണല്ലേ, എന്തെങ്കിലും നല്ല ജുടാന്നുള്ള മത്സരമൊക്കെ ഉണ്ടാവും. സദ്യയൊക്കെ കഴിക്കാൻ ഇപ്പോൾ തന്നെ വിശക്കാൻ തുടങ്ങി. എന്നാലും ഇപ്പോൾ വേണ്ട, നമുക്കിപ്പോൾ പരിപാടി ഓണാവണ്ടേ പരിപാടി. പിന്നെ അത് നമ്മുടെ ഒരു കോച്ചാണ് ഗൈസ്. പക്ഷേ അത് കുറച്ച് ഇൻട്രോവേർട്ടാണ്, അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരാത്തത്. കുറച്ച് ഇൻട്രോവേർട്ട്, കുറച്ച് മാന്യനാണ്. അപ്പോൾ ഗൈസ്, ഞാൻ സദ്യയൊക്കെ ഒന്ന് കാണിക്കണേ ഫുള്ളായിട്ട് കാണിക്കില്ല കേട്ടോ.
നിങ്ങൾ ഇപ്പോൾ കണ്ട പിന്നെ കുറേ ഡമ്പലൊക്കെ കണ്ട ഗൈസ് ഇവിടെ ഡമ്പലെല്ലാം വന്നത്. പിന്നെ ഗൈസ് ഞങ്ങളുടെ ജിം എന്ന് പറഞ്ഞാൽ 40 കിലോ വരെ ഉള്ളു ഡമ്പൽ എന്ന് പറഞ്ഞാൽ മാക്സിമം 40 വരെ ഉള്ളു ഡമ്പൽ. പക്ഷേ ഇവിടെ 50 കിലോ ഉണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു കേട്ടോ 50 കിലോ ഉണ്ട്. നോക്കോ ഞാൻ ഇടയിൽ കൂടി കൈയിട്ട് കാണിക്കണം. കണ്ട ഗൈസ് 50 കിലോ ഉണ്ട്. ഇവിടുത്തെ ആ ഡമ്പലിൽ 50 കിലോ ഉണ്ട് ഗൈസ്. ഞങ്ങളുടെ ജിം എന്ന് പറഞ്ഞാൽ ഇവിടെ 40 കിലോ വരെ ഉള്ളു. പിന്നെ അതെവിടെ ഒരു അത്തപ്പൂക്കളുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ശരിക്കും പൂടാൻ പറ്റാതെ ഞങ്ങൾ ഒരു ആർട്ടിഫിഷ്യലായിട്ട് കടയിൽ നിന്ന് മേടിച്ചാണ് ഗൈസ്. പ്ലാസ്റ്റിക് ഞാൻ വെറുതെ ഉണ്ടാക്കി വെച്ചാണത്. ഞങ്ങൾക്ക് പൂക്കളിടാൻ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായില്ല. കാരണം മര്യാദയ്ക്ക് ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് പിന്നെ ഗൈസ് ഇതും ഞങ്ങളുടെ വേറെ കോച്ചാണ്. നമ്മുടെ ഒരു ബിഗ് ഫാനാണ്. കണ്ട ഗൈസ് ഇത് കുറച്ച് ഇൻട്രോവേർട്ടാണ്. എന്നാലും ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഗൈസ് നമ്മളെ ബിഗ് ഫാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോച്ച് തന്നെയാണ്. ആ കോച്ചും നമ്മളപ്പോൾ ട്രെയിൻ ചെയ്യുമ്പോൾ പിന്നെ കുറച്ച് ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്. കണ്ടെങ്കിൽ കുറെ കിടിലും ഡാൻസുകൾ നടക്കുന്നുണ്ട് ഇവിടെ. നമ്മളത് കുറച്ച് ഇങ്ങനെ വാച്ച് ചെയ്ത് ചില്ല് ചെയ്തൊക്കെ അങ്ങനെ നിൽക്കണം. പിന്നെ കഴിച്ച് ഞാൻ നോക്കുമ്പോൾ ഒരു കിടില മിഷൻ കഴിച്ച് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഈ മിഷൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കഴിച്ച് കാണുമ്പോൾ ഇതൊന്നും ഞങ്ങളുടെ ജിമ്മിലൊന്നും ഈ സാധനമൊന്നുമില്ല. ഒക്കെ പുതിയതായിട്ട് ഞങ്ങളുടെ ശ്രേയാസ് കോച്ച് ഇറക്കുമതി ചെയ്തേക്കണേ, ഇമ്പോർട്ട് ചെയ്തേക്കണേ കഴിച്ച്. ഇതൊക്കെ ഞാൻ ഇതെനിക്കറിയാം. ഈ സാധനം എനിക്കറിയാം. ഇത് ഞങ്ങളുടെ ജിമ്മിലുണ്ട്. ചെസ്റ്റ് അടിക്കണം, ചെസ്റ്റൊക്കെ പമ്പ് ബടബിടാന്ന് നിൽക്കുന്ന ഒരു കിടില സാധനമാണ് കഴിച്ച്. കണ്ട ഇതൊക്കെ കിടില സംഭവങ്ങളാണ്. ഇത് എന്താണെന്ന് കറക്റ്റ് എനിക്കറിയില്ല കഴിച്ച്. ഇതൊക്കെ പുതിയതാണ്. ഇതെനിക്കറിയാൻ പറ്റില്ല. പുൾ ഡൗൺ അടിക്കുന്ന സാധനമാണ്. ഇതും എനിക്കറിയാം. ഇതൊക്കെ ഞങ്ങളുടെ ജിമ്മിലുണ്ട്. അതായത് ഇതാണ് എൻ്റെ ഇപ്പോൾ ജിം പാർട്ണർ, എൻ്റെ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യണ ചേട്ടനാണ്. കഥ നമ്മുടെ ഒരു ഫോളോവർ കൂടിയാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. കഥ അതാണ് കാണിച്ചതേ ഉള്ളു. പിന്നെ ഇതാണ് നമ്മുടെ മറ്റേ ചെസ്റ്റ് അടി. അതായത് എൻ്റെ കൂട്ടുകാരനാണ്. അവരവരെ ലൈനെ വിളിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൊല്ലിക്കോട്ടെ നമ്മൾ പിന്നെ സിംഗിൾ ആണല്ലോ, അതുകൊണ്ട് നമുക്കൊരു സീനില്ല. പിന്നെ നമുക്കിങ്ങനെ അടുത്തിലോട്ടും കൈസ് ഇതുവരെ ലെഗിനൊക്കെ അടിക്കുന്ന മെഷീനാണ് കേട്ടോ. ഇതെന്താണെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല ഗൈസ്. കാരണം കുറേ മെഷീൻസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് ഒന്നും എനിക്കറിയില്ല, പേര് അറിയില്ല. എന്നോട് ചോദിക്കരുത്. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ്. ഇതെന്ത് സാധനമൊന്നും പോലും എനിക്കറിയാൻ പാടില്ല ഗൈസ്. ഇത് ഇരുന്നിട്ട് വലിക്കേണ്ട എന്തൊരു സാധനമാണ്. അത് പിടിച്ച് വലിച്ച് അങ്ങനെ എന്താണ് ഈ കറക്റ്റായിട്ട് അറിയില്ല. കാരണം ഞങ്ങളുടെ ജിമ്മിൽ ഒന്നുമില്ല. ഞങ്ങളുടെ ജിമ്മിൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള കുറേ എക്യുപ്മെന്റ്സേ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ എന്താണെന്ന് അറിയില്ല. ഇതൊക്കെ തന്നെ ഈ സാധനമൊക്കെ ഞാൻ ആദ്യമായിട്ട് ഗൈസ് കാണണം. ഭയങ്കര തിരക്കുണ്ട് ഇവിടെ. ഇതൊക്കെ ഈ സാധനം ഞാൻ ആദ്യമായിട്ടാണ്. ഇതൊരു സ്കോട്ടാണ് ഗൈസ്. ഞങ്ങളുടെ അവിടെ ഉണ്ട് സുമോ സ്കോട്ട് ഇല്ല ഗൈസ്. അതാണ് സുമോ സ്കോട്ടാണ്. പിന്നെ ഗൈസ് അവിടെ വേറെ കുറേ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒച്ചയും പാട്ട് കേൾപ്പിച്ചല്ലേ ഗൈസ്. ചിലപ്പോൾ യൂട്യൂബ് തന്നെ ഇല്ലേ മറ്റേ കോപ്പിറൈറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ്. ഇതൊക്കെ എന്ത് മിഷനാണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഗൈസ്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് ഗൈസ് കാണാം. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മിഷൻ ഞാൻ ചില വ്ളോഗേഴ്സിൻ്റെ ജിം വ്ളോഗിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മിഷൻ നമ്മുടെ ലെഗിൻ്റെ എവിടെ അടിക്കുന്ന ഒരു സംഭവമാണ്. ഞങ്ങളുടെ ജിമ്മിലില്ല കേട്ടോ. പക്ഷേ ആദ്യമായിട്ട് ഞാൻ നേരിട്ട് കാണുന്നത്. പിന്നെ ഗൈസ് കുറേ പുള്ളപ്പം അങ്ങനെ കുറേ പിന്നെ മറ്റേ ട്രൈസെപ്സ് ഒക്കെ അടിക്കാൻ പിന്നെ കുറേ കിടിലും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കുറേ ആൾക്കാരുണ്ട് ഗൈസ്. കുറേ ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഗൈസ് എനിക്ക് എന്താ പറ്റിയെന്ന് അറിയാം ഗൈസ്. എനിക്ക് സദ്യൻ്റെ വീഡിയോ എടുക്കാൻ പറ്റൂല കേട്ടോ ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഇപ്പം തന്നെ നിറഞ്ഞു. അപ്പോൾ ഫോൺ കട്ടായിപ്പോയി. ഫോൺ വെച്ചാൽ വീഡിയോ എടുക്കാൻ കട്ടായിപ്പോയി. അതുകൊണ്ട് പിന്നെ എനിക്ക് സദ്യൻ്റെ വ്ളോഗ് എടുക്കാൻ പറ്റില്ല. എന്നോട് ക്ഷമിക്കണം ഗൈസ്. പിന്നെ ഇവിടെ കുറച്ച് നേരം ചില്ലടിച്ച് സംസാരിച്ച് പൊളി അങ്ങനെയെന്ന് എല്ലാം നിങ്ങളെ കാണിച്ചു ഗൈസ്. ഇതൊക്കെ ഇതിൻ്റെ മിഷീൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഗൈസ്. ഇത് ചെസ്സിനൊക്കെ അടിക്കണമെന്ന് തോന്നുന്നു. കുറേ ഇമ്പോർട്ടൻറ്റ് മെഷീൻസ് ഉണ്ട്. ഒന്നിൻ്റെ പേര് എനിക്ക് അറിയാൻ പാടില്ല. ഓക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു മെഷീൻ്റെ പേരറിയാം. പിന്നെ ഇതാണ് ഗൈസ് ഞങ്ങൾ മാവേലി. ഇതാണ് ഞങ്ങൾ മാവേലി. ഹായ് പറയാൻ പറയട്ടെ. ഹായ് പറ. അതൊരു കേസ് നമ്മളെ ഇങ്ങനെയൊക്കെ നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ആരും ഇങ്ങനെ മദ്യം സിഗരറ്റ് ഒന്നും വലിക്കരുത്. എല്ലാവരും ജിമ്മിൽ വരിക, നല്ലൊരു ഫിസിക്കൽ ഉണ്ടാക്കി എടുക്കുക. അത്രയും എനിക്ക് പറയാനുള്ളത്. അതാണ് എൻ്റെ വേർഡ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ ഇതെല്ലാം ഓർത്ത് വെച്ചു. മദ്യമൊക്കെ കുടിച്ച് നമ്മുടെ ശരീരം നശിക്കുന്നുള്ളൂ. പിന്നെ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ഈ മദ്യം എന്ന് പറഞ്ഞ സാധനമില്ലേ അത് ചെകുത്താനില്ലേ ചെകുത്താൻ്റെ മൂത്രമാണ്. ഓക്കെ പിന്നെ ഈ സിഗരറ്റ് എന്ന് പറഞ്ഞില്ലേ ചെകുത്താൻ്റെ വളിയാണ്. അത് നിങ്ങൾ ഓർത്ത് വെച്ചോളാം. ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാനുള്ള തോന്നുന്നുണ്ടാവില്ല. പിന്നെ കുറെ കിടില അതാണ് ഞങ്ങളുടെ കോച്ച് എന്ന് പറഞ്ഞാൽ മെയിൻ കോച്ച്. അത് ഞങ്ങളുടെ വെച്ചാൽ ഞങ്ങളുടെ മെയിൻ ഓഫ് ദ മാച്ച് ഓഫ് ദ ജിമ്മാണ് കേസ്. ഞങ്ങളുടെ ആ ജിമ്മിൻ്റെ ഓണറാണത് ശ്രേയാസ് കോച്ച്. ഓക്കെ അതാണ് ഇവിടെ കുറേ മത്സരം നടക്കാൻ പോകുന്നത്. ഇതാണ് വരെ സുമോ സ്കോട്ട് അടിക്കുന്ന സാധനമാണ് കേസ്. പക്ഷേ ഞങ്ങളുടെ ജിമ്മിൽ വേറെ ടൈപ്പിലാണ് വന്നേക്കുന്നത്. ഇത് വേറെ ടൈപ്പാണ്. ഇതൊക്കെ എന്ത് സാധനമാണ് കേസ്. ഇത് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു സ്പൈഡർമാൻ്റെ ഒരു ലുക്കില്ലേ സ്പൈഡർമാൻ്റെ. എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ അറിയില്ല കേസ്. കിഴം കിടിയില്ലെങ്കിൽ സാധനങ്ങളാണ്. ഇതൊക്കെ ഉപയോഗിച്ച് നോക്കണമെന്നുണ്ട്. പിന്നെ വെറുതെ ഉപയോഗിച്ച് നമ്മുടെ കാലുകളും മടങ്ങിയൊക്കെ പോയ കാല് സ്പൈഡർമാൻ്റെ പോലെ ഇങ്ങനെ നേരെ നിൽക്കും. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ പരിപാടികൾ നടക്കും. അങ്ങനത്തെ പരിപാടി നമ്മളൊന്നും ചെയ്യില്ല. നമുക്ക് അറിയാത്ത പരിപാടി നമ്മളൊന്നും ചെയ്യരുത്. വെറുതെ എന്തിനാണ് പണി വാങ്ങിച്ചു നോക്കണം. കഴിച്ച് ഇവിടെ പുഷപ്പ് കോമ്പറ്റീഷൻ നടക്കാൻ വേണ്ടി കേട്ടോ. പുഷപ്പ് കോമ്പറ്റീഷൻ നടക്കാൻ വേണ്ടി നമുക്ക് എനിക്കാണെങ്കിൽ 10 പുഷപ്പിന് കൂടുതൽ എടുക്കാൻ അറിയാൻ പാടില്ല. 10 പുഷപ്പിന് കൂടുതൽ പക്ഷേ നിർത്തി ഞാൻ പറയുള്ളൂ. പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടൈമൊക്കെ എടുത്ത് ചെയ്യിപ്പിക്കുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ കഴിച്ച് അവിടെ കുറച്ച് സാധനങ്ങൾ ഇരിക്കണണ്ടില്ലേ. അതെന്ന് പറഞ്ഞാൽ ജയിക്കണവർക്ക് എൻ്റെ സമ്മാനം കൊടുക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കഴിച്ച് പുഷപ്പ് ഇപ്പോൾ കാണിച്ചിട്ട് കേട്ടോ. കാരണം ഭയങ്കര ലോങ് വീഡിയോ പോലെ ഇതുണ്ടാവില്ല, നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഞാൻ കുറേ കട്ട് ചെയ്തൊക്കെയാണ് ഞാൻ ഇടുന്നത്. പിന്നെ കുറച്ച് വോയിസ് ഓവറൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ
കഴിച്ച പുഷപ്പ് ചാലഞ്ച് ആരംഭിക്കുന്നുണ്ട്. എനിക്കൊരു 10 പുഷപ്പ് എടുക്കാൻ പറ്റുള്ളൂ. വെറുതെ എന്തിനാണ് അപമാനക്കേറുന്നത് അതിന്. അതുകൊണ്ട് ഞാൻ കയറിയില്ല. ദേവിമാരെ പുഷപ്പൊക്കെ കാണാം ഗൈസ്. ഇത് ഞാൻ കുറെ കട്ട് ചെയ്യാനുണ്ട് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ ലോങ് വീഡിയോ പോകും ഗൈസ്. കാരണം അങ്ങനെ അത്രയും പേരുകളിൽ നിന്ന് കുറേ സമയങ്ങൾക്ക് ശേഷം 2 പേരായിരിക്കണം സുഹൃത്തുക്കളെ. 2 പേര്. ഇപ്പം ഈ സൈഡിലിരിക്കുന്ന ആളും ആ കൈ പിടിച്ച ആളില്ലേ ഷോൾഡർ കൈ പിടിച്ച ആ ചേട്ടനും മാത്രമേ ഇപ്പം കോമ്പറ്റീഷൻ ഉള്ളൂ. ഇപ്പം പുഷപ്പ് എടുത്ത ചേട്ടൻ 38 പുഷപ്പ് എന്തോ എടുത്തിട്ടുണ്ട്. ഇനി ഈ ചേട്ടൻ്റെ ഊഴമാണ് ഈ കണ്ട ചേട്ടൻ്റെ ഊഴമാണ്. ഈ ചേട്ടന് എത്ര പുഷപ്പ് എടുക്കണം? ആ ചേട്ടനെ കൂടുതൽ എടുത്താൽ ഈ ചേട്ടന് ഫസ്റ്റ് പ്രൈസ് ആയിരിക്കും. ഫസ്റ്റ് പ്രൈസ് എന്തോ പുട്ടോ എന്തോ പൊടിയാണ് ഗൈസ്. ഓക്കെ, അത്ര ആളുകൾ കുറേ ആൾക്കാർ പുഷപ്പിന് പങ്കെടുത്ത് അത്ര ആൾക്കാരിന് കുറേ മണിക്കൂർ 1.5 മണിക്കൂർ എന്തോ എടുത്ത് പുഷപ്പിന് കഴിയാനായിട്ട് ഗൈസ്. കാരണം കുറേ ഭയങ്കര ഇതായിരുന്നു ഗൈസ്. എന്താ പറയുക, ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. ഒട്ടും വിട്ടുകൊടുക്കാത്ത രീതിയിലായിരുന്നു ഗൈസ്. അപ്പോൾ അത് ആ ചേട്ടൻ 38-39 പുഷപ്പ് എടുത്തിട്ടുണ്ട്. ഈ ചേട്ടൻ ഇപ്പം 17-18 പുഷപ്പ് എടുത്തിട്ടുണ്ട് നിർത്തി ഗൈസ്. കാരണം ഭയങ്കര ടയർഡായി. കാരണം അത്ര ആൾക്കാരിൽ നിന്ന് ഇത്ര നേരം എത്തിയ ഗൈസ്. അപ്പോൾ എന്തായാലും സെക്കൻഡ് പ്രൈസ് കൊടുക്കാണ്ടിരിക്കില്ല. സെക്കൻഡ് പ്രൈസ് ഒരു പായസം പൊടി എന്തെങ്കിലും കൊടുത്തിരിക്കും. അപ്പോൾ ഫസ്റ്റ് അരി എന്തെങ്കിലും കൊടുക്കുക. എന്താണെന്ന് അറിയില്ല, എന്തോ പൊടി കൊടുക്കും ഗൈസ്. എനിക്ക് കറക്റ്റായിട്ട് അറിയുമ്പോൾ ഫസ്റ്റ് വിന്നർ സെലക്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ ആദ്യത്തെ ആളാണ്. ഓക്കെ, ഇത് ഞങ്ങളുടെ കോച്ചാണ് ഗൈസ്. ഇത് ഞങ്ങളൊരു കോച്ചാണ്. അതൊക്കെയാണ് ഗൈസ്. എല്ലാവരും വിന്നർ അനൗൺസ് ചെയ്ത് കുറേ നേരം എടുക്കും. 40 മിനിറ്റ് 50 മിനിറ്റ് എന്തോ എടുത്താണ് ഗൈസ്. കാരണം ഫസ്റ്റ് ആളാണ് ഇതാണ് ഫസ്റ്റ് ആൾ. ഇയാൾ ആദ്യം മുതൽ ഭയങ്കര വീഡിയോട് ചെയ്ത് ഫസ്റ്റ് അടിച്ചിരിക്കണേ സുഹൃത്തുക്കളെ. എന്താ അരിപ്പൊടി എന്തോ പൊടി ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇതാണ് സെക്കൻഡ്. ഓക്കെ, ഇതാണ് സെക്കൻഡ് ആൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കണം. കാരണം അത്ര ആൾക്കാരും ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര നേരം നിന്നവർക്ക് നമ്മൾ എന്തെങ്കിലും സമ്മാനം കൊടുക്കണമല്ലോ. പ്രോത്സാഹന സമ്മാനം കൊടുക്കണ്ടേ ഗൈസ്. അതാണ് കൊടുത്തേക്കുന്നത്. സെക്കൻഡ് അത് കൊടുത്ത് ഞാനാണെങ്കിൽ ഗൈസ് ഞാനൊരു കാര്യം ചെയ്യുന്നത് ഞാനും ഒരു കോമ്പറ്റീഷൻ ഇറങ്ങി ഗൈസ്. സ്കോട്ട് അടിക്കാൻ മത്സരം ഉണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ സ്കോട്ടിനുള്ളവരൊക്കെ വരാൻ പറഞ്ഞപ്പോൾ ഞാനൊക്കെ ചാടി കുടിക്കുട്ടിയായിട്ട് തീപ്പൊരി പോലെ പാറിയെങ്കിൽ ഞാൻ എത്തി ഗൈസ്. കാരണം നമ്മളും ഒന്നും ചെയ്യാണെങ്കിൽ ശരിയല്ല ഗൈസ്. പക്ഷേ എന്താണെന്നറിയോ ഗൈസ്, ഭയങ്കര പാടുണ്ട് സ്കോട്ട്. സത്യം പറഞ്ഞാൽ കാലൊക്കെ കഴിച്ച് നടുക്കൊക്കെ മരം പോലെ പോയി ഗൈസ്. ഭയങ്കര പാടൻ ഗൈസ്. പിന്നെ ഒരു പ്രശ്നം എന്താ പറ്റിയെന്ന് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് കൂടുതൽ ആൾക്കാരുണ്ട്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറേ പേരൊക്കെ ഔട്ടായി പോയ ശേഷമാണ് വീഡിയോ എടുത്തത്. പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഈ സ്കോട്ട് അടിക്കാൻ മത്സരത്തിൽ സത്യം പറഞ്ഞാൽ 4 സാധനം വരെ അടിച്ച്. പക്ഷേ പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 92 ആണ്. ഓക്കെ, 94 ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതനുസരിച്ച് സ്റ്റോറേജ് കൂടിയപ്പോൾ വീഡിയോ കട്ടായി പോയി. അതുകൊണ്ട് പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുവരെ ഉണ്ടായ വീഡിയോസാണ് ഗൈസ്. ഇവരൊക്കെ കുറേ പേരെ ഔട്ടായി പോയി. അവസാനം 4 പേരെ വന്നത്. ഓക്കെ, 4 പേര് വന്ന് അതിൽ 4ാമത്തെ ആളായിട്ട് ഞാൻ വന്ന്. കാരണം ആരും വാശിയോടെ എല്ലാവരും മുന്നേറി 4 സാധനം എനിക്ക് പിന്നെ പറ്റാണ്ട് ഗൈസ്. കാരണം വെയിറ്റ് ഒക്കെ ഇട്ടാണ് നമ്മൾ ചെയ്തത്. പറ്റി ഗൈസ്. അങ്ങനെ നിങ്ങൾ സ്കോട്ട് അടിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ ഗൈസ്. അവസാനം 4 സാധനം വരെ എത്തി. പക്ഷേ എനിക്കത് ക്ലിപ്പിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല. വേറൊന്നും കൊണ്ടല്ല, ഫോണിൻ്റെ സ്റ്റോറേജ് നിറഞ്ഞ ശേഷം പിന്നെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എടുത്തു വെച്ച ക്ലിപ്പൊക്കെ ആഡ് ചെയ്താണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാനൊരു ക്യാമറ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഉടനെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം നല്ല പുളപ്പൻ വീഡിയോസൊക്കെ ക്യാമറയിൽ എടുക്കും ഗൈസ്. പിന്നെ നമ്മൾ പൊളിക്കും. പിന്നെ അറിയാല, പിന്നെ ഞാൻ പൊളിക്കും ഞാൻ. ഓക്കെ, അപ്പോൾ ഗൈസ് പിന്നെ സദ്യക്കണം ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സദ്യക്കണൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ വേറെ ഫോണില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ എനിക്ക് സദ്യയൊന്നും എടുക്കാൻ പറ്റും. സദ്യയൊക്കെ അടിപൊളിയായിരുന്നു. നല്ല സദ്യ തന്നെയായിരുന്നു. കുറ്റമൊന്നും പറയാനില്ല. പിന്നെ കുറ്റമൊന്നും പറയാനില്ല. നല്ല സദ്യ തന്നെയായിരുന്നു ഗൈസ്. പിന്നെ കുറേ നേരം എല്ലാവരോടും സംസാരിച്ച് പിന്നെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ച്. പക്ഷേ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നോട് ക്ഷമിക്കണം ഗൈസ്. കാരണം സ്റ്റോറേജ് നിറഞ്ഞല്ലോ, നിങ്ങൾക്ക് അറിയാലോ. സ്റ്റോറേജ് അറിഞ്ഞ് പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗൈസ് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഒരു ചെറിയൊരു ഞാൻ മര്യാദക്ക് ഒന്നും എന്നറിയാം. കാരണം ഇതിൻ്റെ ആദ്യത്തെ വ്ളോഗാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ കുറേ മിസ്റ്റേക്കും കുറവുകളൊക്കെ ഉണ്ടാവും. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഇങ്ങനെ എടുത്തെടുത്താണല്ലോ ഗൈസ് ഓരോ വ്ളോഗേഴ്സ് നല്ല വ്ളോഗേഴ്സ് ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ നല്ലൊരു വ്ളോഗറാവും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നല്ല കിടില വീഡിയോസ് ഞാൻ കറക്റ്റായിട്ട് ക്യാമറ റെഡി ആക്കുമ്പോൾ കിടിലെവിടെ ഞാൻ എടുക്കാം. ഓക്കെ, ഒരു സീൻ പോലും മിസ് ചെയ്തോളാണ്ട്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോ വീണ്ടും വരേക്ക് ഇറ്റ്സ് മീ സാവിയോ സൈനിങ് ഔട്ട് ഗൈസ്. ബൈ.